നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഹൈദരാബാദ് സർവകലാശാല വൈസ് ചാൻസലർ അപ്പാറാവു കേന്ദ്ര സർക്കാരിന്റെ റബ്ബർ സ്റ്റാമ്പോ. ഹൈദരാബാദ് സർവകലാശാലയിൽ അരങ്ങേറിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികൾ എന്ന് തെളിയുന്നു. VC ചുമതല ഏൽക്കുന്ന ദിവസം അപ്പാറാവു സഹായികൾക്ക് നൽകിയ മാർഗനിർദ്ദേശ പത്രിക പുറത്തായി. ചുമതലയേറ്റാൽ ഉടൻ MPയെ അറിയിക്കണമെന്നാണ് പത്രികയിലെ നിർദ്ദേശം. ആവശ്യമായ പോലീസ് സേനയെ വിന്യസിക്കണമെന്നും മുൻകൂട്ടി നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരും അപ്പാറാവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. ഇതിലൂടെ വ്യക്തമാകുന്നത് എന്ത്? കേന്ദ്ര സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ BJP സർക്കാരിൻ്റെ റബ്ബർ സ്റ്റാമ്പുകൾ ആവുകയാണോ? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് ശ്രീ VV രാജേഷ്, ഡോക്ടർ MN കാരശ്ശേരി, SFI അഖിലേന്ത്യാ അധ്യക്ഷൻ VP സാനു, ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷകൻ മനോജൻ എന്നിവർ. മറ്റതിഥികളെയും പ്രതീക്ഷിക്കുന്നു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അപ്പാറാവു എന്ന വൈസ് ചാൻസലർ വീണ്ടും അവിടേക്ക് എത്തിയത് ചില തയ്യാറെടുപ്പുകളോടുകൂടിയാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അതിന് BJPയുടെ ഒത്താശയുണ്ട്. അവിടുത്തെ MP, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ദത്താത്രേയയുടെ പ്രത്യേക അനുഗ്രഹാശിസ്സുകളുണ്ട്. അദ്ദേഹത്തെ അറിയിച്ചു വേണം കാര്യങ്ങൾ എന്നുള്ളതും അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര സർവകലാശാലയുടെ ഒരു വൈസ് ചാൻസലർ പ്രത്യേകിച്ച് അക്കാദമിക രംഗത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളാണ്. അതൊന്നുമില്ലാത്ത ഒരു ക്രെഡിബിലിറ്റി ചൂണ്ടിക്കാട്ടാനില്ലാത്ത അപ്പാറാവുവിനെ നിങ്ങൾ തുടരാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? ലാൽ, ഇവിടെ ദൗർഭാഗ്യകരമായ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ, ആത്മഹത്യകൾ ഒക്കെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുണ്ട്, നടക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് നമ്മയൊക്കെ തന്നെ അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് വിഷമകരമാണ്, ഞാനത് സമ്മതിക്കുന്നു. അതിപ്പോൾ ഈ രോഹിത് വെമുലയുടെ കാര്യത്തിൽ മാത്രമല്ല, മുൻപ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരു 9-10 ദളിത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദളിത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നായിട്ടുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ വിവേചനം നമ്മെ ഏവരും ദുഃഖിപ്പിക്കുന്നതാണ്. അത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ താങ്കൾ VCയുടെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞാൽ, വിളനിലത്തിൻ്റെ ഉൾപ്പെടെ ഇന്ത്യയിൽ പല സമയത്തും പല VCമാരുടെയും യോഗ്യതകളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പാറാവുവിൻ്റെ യോഗ്യത അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ചർച്ച ഉള്ളതായിട്ട് നടന്നു വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോഴാണല്ലോ ആ യോഗ്യതയെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. അദ്ദേഹം ഈ കേന്ദ്ര സർവകലാശാലകളിലെ അല്ലെങ്കിൽ JNU പോലെയുള്ള സർവകലാശാല, ഒരുപക്ഷെ JNUവിന് മുമ്പിലാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്നവരാണ് ഹൈദരാബാദ് സർവകലാശാല. ഈ JNUവും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഒരു മത്സരം തന്നെയുണ്ട്. അങ്ങനെയുള്ള ലോകം ഉറ്റുനോക്കുന്ന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ കേന്ദ്രത്തിൻ്റെ പിണിയാളുകളായി പ്രവർത്തിക്കേണ്ടതാണോ? ഇവിടെ അദ്ദേഹത്തിൻ്റെ വർക്ക് നോട്ടിൽ എന്താണ് അന്ന് ചെയ്യേണ്ടത്? മാർച്ച് 22-ാം തീയതി രണ്ടാമത് അദ്ദേഹം ആ സർവകലാശാലയിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യാൻ എത്തുമ്പോൾ എന്നുള്ളത് എടുത്ത് കാണുന്നത്, അത് ദത്താത്രേയെ വിളിച്ചറിയിക്കണം, ഇമെയിലിലൂടെ കാര്യങ്ങൾ, തൻ്റെ പരിപാടികൾ താൻ ജോയിൻ ചെയ്തു എന്നുള്ളത് അറിയിക്കണം, പോലീസ് സേനയെ വേണ്ട രീതിയിൽ അവിടേക്ക് കൊണ്ടുവരണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ കാണുന്നത്. ഇത് പുറത്തായിട്ടുണ്ട്. ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ ഒരു ആംബിയൻസിലേക്ക് കൊണ്ടുപോവുക, പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിക്കുക, വൈദ്യുതി, ജലം, ആഹാരം എന്നിവ നിഷേധിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു വൈസ് ചാൻസലറിനെ ആണോ കേന്ദ്ര സർവകലാശാലകൾക്ക് വേണ്ടത്? ലാൽ, പല കാര്യങ്ങളും താങ്കൾ ക്ലബ് ചെയ്ത് പറയാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ താങ്കൾ ക്ലബ് ചെയ്ത് പറയാണ്. ഇവിടെ ഒരു കത്തിനെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു. ബന്ദാരു ദത്ത അദ്ദേഹം BJP നേതാവല്ല, അദ്ദേഹം അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, എലക്റ്റഡ് MP ആണ്. ആ സമയത്ത് BJP നേതാവിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയായ വേറിട്ടൊരു വ്യക്തിത്വമായിട്ട് വേണം അദ്ദേഹത്തെ കാണാൻ. BJP നേതാവായി കണ്ടുകൊണ്ട് താങ്കൾ വിലയിരുത്തരുത്, നമ്പർ 1. മറ്റൊന്ന്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത് TRS, BJP അല്ല, TRS ഭരിക്കുന്ന ഒരു പ്രദേശത്താണ്. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ, ആ സംസ്ഥാനത്ത് ക്രമസമാധാന നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പരിപാലിക്കേണ്ടത് അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് ജോലിയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അവിടുത്തെ ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ TRSൻ്റെ പ്രതിനിധികളോട് ചോദിക്കേണ്ടത്. അവിടുത്തെ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട ഹൈദരാബാദ് നഗരത്തിൽ നടന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ VV രാജേഷ്, ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അകം എന്ന് പറയുന്നത് വൈസ് ചാൻസലർ അപ്പാറാവുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ആ അപ്പാറാവു കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയാണ്. ഈ ദത്താത്രേയെ കേവലം അവിടുത്തെ ഒരു ജനപ്രതിനിധിയായി മാത്രം കാണാൻ സാധിക്കില്ല.
അവിടുത്തെ കാര്യങ്ങളിൽ ABVP കൊടുത്ത പരാതിയെ അതിനനുസരിച്ച് പെരുമാറണമെന്ന് നിർദ്ദേശം കൊടുത്ത ആളാണ് ദത്താത്രേയ. അത് പിന്നാലെ നടന്ന് ഫോളോ അപ്പ് ചെയ്ത ആളാണ്. അതിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ രോഹിത് വെമുല അവിടെ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്തിയത്. അവിടെ ഒരു പ്രശ്നം ഇപ്പോൾ ഭരിക്കുന്നതിൽ ഉണ്ടാകുമ്പോൾ, ഭരണത്തിൽ കൃത്യനിർവഹണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സഹായിക്കാൻ പോലീസിനെ വിളിച്ച നടപടിയാണ് അവിടെയുള്ളത്. അല്ലാതെ ചന്ദ്രശേഖർ റാവുവിൻ്റെ പോലീസ് നേരിട്ട് അവിടേക്ക് ചെന്ന് ഇടപെടുകയായിരുന്നില്ല. ഇന്ന് ചന്ദ്രശേഖർ റാവു തന്നെ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപ്പാ റാവു അവിടുന്ന് മാറണം എന്നാണ്. അല്ല, ലാലി പറയുന്നത് പലതും തന്നെ രേഖകളില്ലാത്തുള്ള താങ്കളുടെ ആരോപണങ്ങളാണ്. അതിനൊന്നും തന്നെ മറുപടി പറയാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞോട്ടെ. ലാല് കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. രേഖാമൂലം കണ്ട കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അല്ലാതെ പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ കേന്ദ്രം നിയോഗിച്ച വൈസ് ചാൻസലറാണ് ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, ഈ രാജ്യത്തിൻ്റെ ഏതൊരു പ്രദേശത്തായാലും ശരി തന്നെ പ്രത്യേകിച്ച് ചില മേഖലകളുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ അതുപോലുള്ള പ്രത്യേകിച്ച് ചില മേഖലകളുണ്ട്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റൊക്കെ തന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് തന്നെയാണ് അവിടെ ഇടപെടേണ്ടത്. അവിടുത്തെ നിയമ സംവിധാനത്തെ നിലയ്ക്ക് നിർത്തുവാനുള്ള അധികാരമൊന്നും വൈസ് ചാൻസലർക്കില്ല. ആ യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ആ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് ഇടപെടും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ABVP പ്രവർത്തകർ കൊടുത്ത പരാതി, ഈ വൈസ് ചാൻസലർ അവിടെ നിന്ന് മാറണമെന്നാണ് ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സംയുക്ത സമിതിയുടെ ആവശ്യം. അവിടെ ഈ വിദ്യാർത്ഥികളും വൈസ് ചാൻസലറും തമ്മിൽ ഇത്തരത്തിലൊരു സംഘടന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണോ BJPയുടേത് എന്നാണ് ചോദ്യം. അതാണ് ചോദ്യമെങ്കിൽ എൻ്റെ ഉത്തരം കേരള മുഖ്യമന്ത്രി അല്ലാൽ ഇടപെടരുത്. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാറണം, രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടക്കാത്ത, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്ത പ്രക്ഷോഭം കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നടക്കുകയായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി രാജിവെച്ചോ? അങ്ങനെ വൈസ് ചാൻസലർമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, മുഖ്യമന്ത്രിമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പരാജയമാണോ ഈ ഉമ്മൻചാണ്ടി രാജിവെക്കാത്തത്? അല്ലല്ല, നിങ്ങളൊക്കെ പ്രക്ഷോഭം നടത്തിയതാണല്ലോ. നിങ്ങളുടെ പരാജയമാണോ ഈ ഉമ്മൻചാണ്ടി രാജിവെക്കാത്തത്? ഞാൻ പറഞ്ഞോട്ടെ ലാൽ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇങ്ങനെ രാജിവെക്കണം, ഭരണാധികാരികൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ ഒരുപാട് നടക്കാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് സമരം തീർച്ചയായും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് ജനാധിപത്യത്തിൽ അവരുടെ അവകാശമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമരം ക്രമസമാധാന പ്രശ്നങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ അതിലിടപാടുള്ള അധികാരം പോലീസ്. ഞാൻ ഈ ഘട്ടത്തിൽ ഒന്ന് ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷകൻ കൂടിയായ അവിടുത്തെ സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന മനോജൻ എന്ന ഗവേഷകനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ മനോജൻ, ഇപ്പോ VV രാജേഷ് കണ്ടതുപോലെയാണോ അവിടുത്തെ അവസ്ഥ? ഞങ്ങൾ പറയാറുള്ളത്, ഞങ്ങൾ ഇവിടെ ഇത്തരം അടിയന്തരാവസ്ഥയെ കാളും ഭീകരമായുള്ള ഒരു ചുറ്റുപാട് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ ഇത്തരം തൃണവത്കരിച്ച് കാണുന്ന രാജേഷ് നിലപാടിനോട് ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണ്. പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര യൂണിവേഴ്സിറ്റികളിൽ, എത്ര കേന്ദ്ര സർവകലാശാലകളിൽ, അല്ലെങ്കിൽ എത്ര സംസ്ഥാന സർവകലാശാലകളിൽ ഇങ്ങനെ പോലീസ് അധികാരികൾ ഇടപെട്ടിട്ടുണ്ട്. തെലങ്കാന പോലീസ് ഇവിടെ ഇടപെട്ട രീതി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ ഒന്നും ആയിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയുള്ള, അതായത് അപ്പറാവു 22-ാം തീയതി ചാർജ് എടുക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം രേഖാമൂലം അവിടെയുള്ള പ്രത്യേകമായിട്ടുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രത്യേകിച്ച് ടാസ്ക് നിശ്ചയിച്ച് ആ ഒരു സ്കോൾ ഇവിടെ ചെയ്യുന്നത് കണ്ടു, ആ ഒരു ലെറ്റർ ഇവിടെ കടക്കുന്നത് കണ്ടു. അങ്ങനെ നിശ്ചയിച്ച് അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയം തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിക്കകത്ത് പോലീസ് റെഡിയാണ്. അദ്ദേഹം ഈ ഒരു പരിപാടി നടക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടുന്ന് എക്സിക്യൂട്ടീവ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടെന്ന വ്യാജേന അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ABVPയിലെ 100ഓളം വരുന്ന ABVP പ്രവർത്തകരെ അദ്ദേഹം അവിടെ ഗസ്റ്റ് ഹൗസിനുള്ളിൽ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് അവിടെ ഗസ്റ്റ് ഹൗസിനുള്ളിൽ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും രോഹിത് വെമുലയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിൽ കൃത്യമായും പങ്കാളിയായിട്ടുള്ള SC/ST ആക്ട് പ്രകാരം കേസ് ബുക്ക് ചെയ്തിട്ടുള്ള അപ്പറാവു ഈ കേസിന്റെ ജുഡീഷ്യൽ എൻക്വയറി കഴിയുന്നത് വരെ ക്യാമ്പസിന്റെ സൈറ്റിലേക്ക് പോലും വരാൻ പാടില്ല. അപ്പം അത്തരം ചുറ്റുപാടിൽ അവിടെ എത്തുകയും അവിടെ കൃത്യമായിട്ടും പ്രകോപനപരമായിട്ടുള്ള രീതികൾ ഞങ്ങൾ സമരക്കാർക്ക് നേരെ ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഇത്രയും കാലമായിട്ടും 2 മാസത്തിലേറെയായി ഈ സമരം നടക്കുമ്പോഴും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള അക്രമങ്ങളോ യാതൊരു രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മാത്രം അദ്ദേഹം അപ്പറാവു ക്യാമ്പസിലേക്ക് 22-ാം തീയതി ക്യാമ്പസിലേക്ക് വരികയും തുടർന്ന്
തുടർന്ന് അവിടെ അരങ്ങേറിയ സംഭവങ്ങൾ എത്രത്തോളം ക്രൂരമായിരുന്നു. പെൺകുട്ടികളെ ആണുങ്ങളായിട്ടുള്ള പോലീസുകാർ ആക്രമിക്കുന്നു, നിങ്ങളെ റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എത്ര പെൺകുട്ടികളുടെ ചെകിട്ടത്ത് ആൺ പോലീസുകാർ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്ര ക്യാമ്പസ് നടക്കും. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വൈസ് ചാൻസലർ പബ്ലിക് പ്ലേസ് ആണ് യൂണിവേഴ്സിറ്റി എന്ന വിവക്ഷ ഉണ്ടാക്കുകയും അതോടൊപ്പം പോലീസിനെ മാത്രം ഉള്ളിലേക്ക് കയറുകയും മാധ്യമ പ്രവർത്തകർ ഒന്നും തന്നെ ഒരു മാധ്യമ പ്രവർത്തകരും അതിലേക്ക് കയറാൻ വേണ്ടി അനുവദിക്കാതെ അവിടെ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഒരു മീഡിയക്ക് പോലും അതിനുള്ളിൽ കയറാൻ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. എത്രത്തോളം പീഡനങ്ങളാണ്, എത്രത്തോളം ആക്രമണങ്ങളാണ്. 100-110 കുട്ടികൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പാടുകൾ കാണിച്ചു തരാൻ പറ്റും. 100-110 കുട്ടികൾ. നിങ്ങളുടെ സമരം ഈ അപ്പാറാവു എന്ന വൈസ് ചാൻസലർ അവിടെ തുടരുകയാണെങ്കിൽ അതിനെ ശക്തമായി നേരിടും എന്ന അർത്ഥത്തിൽ തന്നെയാണോ ഇന്നിപ്പോ ചില കാര്യങ്ങൾ അടുത്ത ദിവസം മുതൽ യൂണിവേഴ്സിറ്റി അവിടെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട സമര നേതാക്കളും മറ്റ് വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥ വരെ മാത്രം ഇത് തുടരും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്താണ് അതിനകത്തുള്ള ഒരു കൃത്യത? കൃത്യമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങളുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ 25 വിദ്യാർത്ഥികളും 2 അധ്യാപകരും ഇപ്പോൾ ചെർളപ്പള്ളി ജയിലിലാണ്. അവർക്ക് ജാമ്യം കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇവിടെ ബാക്കി 20ഓളം പേർക്കും ഇവിടെ കേസ് യെറ്റ് ടു ബി അറസ്റ്റഡ് എന്ന ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടും ഇവർക്ക് ജാമ്യം കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും വൈസ് ചാൻസലറായി അപ്പറാവുവിനെ ഈ ക്യാമ്പസിൽ തുടരാൻ ഞങ്ങൾ യാതൊരു രീതിയിലുള്ള മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുകയില്ല. ഞങ്ങളുടെ പരമാവധി പ്രതിഷേധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു നീക്കത്തെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. കൃത്യമായിട്ടും ഞങ്ങൾ ആ നീക്കത്തെ യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾ എല്ലാതരം ഇപ്രകാരം ജനാധിപത്യത്തിന്റെ എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അപ്പറാവ് വരികയാണെങ്കിൽ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. ഞാൻ തിരിച്ചെത്താം. പ്രൊഫസർ M.N. കാരശ്ശേരി, സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് ആദ്യത്തെ കഥയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന JNUവിന് ശേഷം ഇതാ ഇപ്പോൾ ഒരുപക്ഷെ JNUവിന് മുമ്പാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ സമരം നടക്കുന്നത്. ഇപ്പോൾ വീണ്ടും അവിടെ പ്രക്ഷുബ്ധമാകുമ്പോൾ അപ്പാറാവു എന്ന വൈസ് ചാൻസലർ അവിടെ ഉണ്ടാകുന്നു. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ എത്തുന്ന പോലീസ് പക്ഷേ മറ്റൊരു ഭരണത്തിൻ്റെ ഭാഗമാണെന്ന് BJP പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾ നിരീക്ഷിക്കുക? ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എവിടെയാണ് പ്രശ്നം? ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഹൈദരാബാദിലല്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇത് മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏറെ കഴിയും മുമ്പേ പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൻ്റെ പരമാധികാരിയായി ചൗഹാൻ എന്നൊരു ദേഹത്തെ അവരോധിക്കുന്നു. അവിടെ കുട്ടികൾ അസ്വസ്ഥരായി സിനിമയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അധ്യാപനത്തെയും ഗവേഷണത്തെയും പുതിയ രീതിയിലുള്ള ചലച്ചിത്ര സംസ്കാരത്തെയും ആരാധിക്കുന്ന മുഴുവൻ ആളുകളും അതിനെതിരായിട്ട് വന്നിരുന്നു. അവിടെ തന്നെ വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അസ്വസ്ഥത ഉണ്ടാവുന്നത്. പിന്നെ അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് പടർന്നു. മദ്രാശി IITയിൽ, അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം, നമ്മൾ ഓട്ടോണമി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതിലെ ഏറ്റവും അപകടം പിടിച്ച സ്ഥിതി. എന്താണെന്ന് വിചാരിച്ചാൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു നിയമസമാധാന പ്രശ്നമുണ്ടായാൽ സസ്പെൻഡ് ചെയ്യാൻ 2 കേന്ദ്രമന്ത്രിമാർ ആവർത്തിച്ച് കത്തെഴുതുന്നു. ആ വൈസ് ചാൻസലർ അതിൽ പ്രതിഷേധിച്ച് രാജിവെക്കേണ്ടതാണ്. കാരണം തൻ്റെ ക്യാമ്പസിൽ ABVP വിദ്യാർത്ഥികളും അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനിലെ വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ ഒരു കശപിശ, അതിൻ്റെ വിശദവിവരങ്ങൾ പിന്നെ പുറത്തു വന്നു. അതായത് അവിടുത്തെ ABVP നേതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ അപ്പൻഡിസൈറ്റിസ് ഓപ്പറേറ്റ് ചെയ്യാനാണ് എന്നാണ് പിന്നീട് വാർത്ത വന്നത്. അതെന്തോ ആവട്ടെ. അപ്പം അവർ തമ്മിലുള്ള ഒരു തർക്കത്തിന് അതിനു മുമ്പുണ്ടായ മുസഫർ നഗർ ഡോക്യുമെൻ്ററി സംബന്ധിച്ചൊരു വർത്തമാനം, യാക്കൂബ് മേമനെ കൊന്നത് ശരിയായില്ല എന്നത് സംബന്ധിച്ച പ്രതിഷേധം, ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഒരാൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മറ്റേയാൾക്ക് മറുപടി പറഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ അതിന് ABVP കുട്ടികളും ASA കുട്ടികളും തമ്മിൽ തർക്കം ഉണ്ടാവുന്നുള്ളതൊക്കെ ക്യാമ്പസുകളിൽ സാധാരണമാണ്.
അത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായി. ഞാൻ 34 കൊല്ലം അധ്യാപകനായിരുന്ന ആളാണ്. ഇത്ര അനേകം തർക്കങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ പിള്ളേർ അടിപിടിയൊക്കെ ഉണ്ടാക്കും, കശപിശൊക്കെ ഉണ്ടാവും. അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഇവരെ സസ്പെൻഡ് ചെയ്യാൻ പറയുക, അത് വൈസ് ചാൻസലർ അംഗീകരിക്കുക, എന്നിട്ട് അവരെ ക്ലാസ്സിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും ലൈബ്രറിയിൽ നിന്നും ക്യാൻറ്റീനിൽ നിന്ന് പോലും പുറത്താക്കുക. ഇതൊന്നും എവിടെയും കേട്ടിട്ടില്ല. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ജനുവരിയിൽ രോഹിത് വെമുല എന്ന് പറയുന്ന ഗവേഷകൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി നമ്മുടെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം, അതിൻ്റെ സ്വാതന്ത്ര്യം, അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും കേന്ദ്രമന്ത്രിമാർക്കും MP-മാർക്കും MLA-മാർക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അടിയറ വയ്ക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള സ്ഥിതിയാണ്. അത് വളരെ മോശം മാതൃക ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയമായോ സാമുദായികമായോ കലാപരമായോ സാമൂഹ്യമായോ ഉള്ള പ്രശ്നങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങളോ എതിരഭിപ്രായങ്ങളോ പ്രകടനമായിട്ടോ ഡോക്യുമെൻ്ററി ആയിട്ടോ ലേഖനമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ആവിഷ്കരിക്കുവാൻ സ്വാതന്ത്ര്യമില്ല. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ ഇവിടുത്തെ ഭൂരിപക്ഷക്കാരോ അംഗീകരിക്കുന്ന, അവർ അനുവദിക്കുന്നത് മാത്രമേ പറയാൻ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് ഭരണഘടന ഉറപ്പ് തരുന്ന നമ്മുടെ ഒരു മൗലികാവകാശമാണ്. ആർക്കും പറയാനുള്ളത് പറയാം, അതിന് മറ്റുള്ളവർക്ക് മറുപടിയും പറയാം. ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, ഒരു പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ആരെയും തല്ലാനോ കൊല്ലാനോ സസ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നമുള്ളത്, ഈ പ്രശ്നങ്ങളൊക്കെ, ഈ കളികളൊക്കെ ഇവരൊക്കെ, പ്രത്യേകിച്ച് രോഹിത് വെമുല ഒരു ദളിതായ വകയിലാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് 2016 ജനുവരി 17 നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ഫെലോഷിപ്പ് മാസം 25,000 രൂപ അദ്ദേഹത്തിന് കിട്ടുന്ന സഹായധനം 2015 ജൂലൈ തൊട്ട് കൊടുക്കാതെ ആയിട്ടുണ്ട്. കാരണം അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ക്യാമ്പസിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ദേശീയ വിരുദ്ധമായ പണികൾ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് 7 മാസത്തെ ഫെലോഷിപ്പ് സഹായധനം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അദ്ദേഹം പട്ടിണിക്കാരനാണ്, വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ. അപ്പം അദ്ദേഹം ദളിതല്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അത് പുറത്തു വന്നു. ദളിത് വിഭാഗത്തിൽപ്പെട്ട മാലാ ജാതിക്കാരനാണ് രോഹിത് വെമുല. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ രാധിക ആ ജാതിക്കാരിയാണ്, അവർ ദളിതാണ്. അപ്പൊ ദളിതുകളോടുള്ള, ദളിതിന്റെ രാഷ്ട്രീയത്തോടുള്ള, അംബേദ്കറോടുള്ള, അംബേദ്കറിസത്തോടുള്ള ഒരു വിവേചനം തീർച്ചയായിട്ടും ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ 3 എണ്ണവും വളരെ കഷ്ടമായ സ്ഥിതിയാണ്. ഒരു റിപ്പബ്ലിക്, ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു റിപ്പബ്ലിക്കാണ് നമ്മുടെ രാഷ്ട്രം എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് 6.5 പതിറ്റാണ്ടായി. ഞാൻ തിരിച്ചു വരാം. പ്രൊഫസർ കാരശ്ശേരി, VP സാനുവിന്റെ കൂടി അഭിപ്രായം എടുത്തിട്ട് VV രാജേഷിന് ഇതിനെല്ലാത്തിനും മറുപടി പറയാനുള്ള സമയം ഞാൻ തരാമെന്ന് ഉറപ്പ് നൽകുകയാണ്. ശ്രീ VP സാനു, ഇന്ത്യയിലെ സർവകലാശാലകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. SFI കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഈ സർവകലാശാലകളിലുമൊക്കെ ഒരുപാട് സമരങ്ങൾ ഈ കാലം അത്രയും നടത്തിയിട്ടുള്ള സംഘടനയാണ്. ഈ സമരത്തെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഇനി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഒന്ന്, രാജ്യത്ത് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം, കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം വിവിധ സർവകലാശാലകളിൽ, വിവിധ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലെല്ലാം സംഘപരിവാരത്തിൻ്റെ ആളുകളെ കൊണ്ടു നിറച്ചു. അതിനുശേഷം എങ്ങനെ ഇവിടെ കാവ്യവൽക്കരണവും ഫാസിസവും നടപ്പാക്കണം എന്നുള്ളതിൻ്റെ ഒരു ട്രയലായിട്ട്, അതിനുള്ള ഒരു പരീക്ഷണശാലകളായി സർവകലാശാലകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അപ്പാറാവു എന്ന് പറയുന്ന ഈ BJPയുടെ വിധേയനായിട്ടുള്ള MP, കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ എങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഇവിടെ നടപ്പാക്കേണ്ടത്, കുട്ടികളുടെ വെള്ളവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് എങ്ങനെയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ട്രയൽ കൂടിയാണ് ഇപ്പോൾ അവസാനം ഇവിടെ കാണിച്ചു തന്നുള്ളത്. തീർച്ചയായും ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ടാസ്ക് ഫോർ അപ്പാറാവു എന്നുള്ള രൂപത്തിൽ ഇറക്കിയിട്ടുള്ള നോട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആരൊക്കെ ഇവിടെ കേന്ദ്രീകരിക്കണം, പോലീസുകാർ ആവശ്യത്തിന് വരണം,
പിന്നെ അതുപോലെ തന്നെ ബംഗാരു ദത്താത്രേയ വിവരങ്ങൾ മുൻകൂട്ടി അറിയിക്കണം. 21-ന് തന്നെ അവിടുത്തെ ABVP-കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യോഗം വിളിച്ചു ചേർക്കുന്നു. ആ യോഗത്തിൽ വെച്ച് എനിക്ക് സംരക്ഷണം തരുന്നതിന് വേണ്ടി ഇവിടെ ആളുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ യോഗം വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ ഹൗസിംഗ് ബോർഡിന് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 60 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഈ യൂണിവേഴ്സിറ്റിയിൽ നൽകാം, പകരമായി എന്നെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കണം. അങ്ങനെ ഇവരെയെല്ലാം മുൻകൂട്ടി ഇദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിനുള്ളിൽ നിർത്തുകയാണ്. ഇദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിർത്തുകയാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരവുമായി ചെന്ന ഉടനെ സമരം ചെയ്യുന്നത് രോഹിത് വെമുലയുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള കൊലപാതകിയായിട്ടുള്ള അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപ്പാറാവു എന്ന് പറയുന്ന അവിടുത്തെ വൈസ് ചാൻസലർ. അദ്ദേഹം ആ ക്യാമ്പസിലേക്ക് വരാൻ പാടില്ല, അന്വേഷണം പൂർണ്ണമാകുന്നത് വരെ വരാൻ പാടില്ല, അദ്ദേഹം അവിടെ നിന്ന് രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അത് വരുന്ന സമയത്ത് അതിനെ നേരിടാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളുമായിട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികളെയും ചില നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും അദ്ദേഹം വിന്യസിക്കുന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ട് അക്രമം അഴിച്ചുവിടുന്നു. തീർച്ചയായും ഒരു തർക്കവും വേണ്ട, ഈ സമരം അപ്പാറാവുവിനെ പുറത്താക്കുന്ന, അദ്ദേഹം രാജിവെച്ചു പോകുമെന്നുള്ള പ്രതീക്ഷ ഇനി വേണ്ട. അദ്ദേഹത്തെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട്, രാഷ്ട്രപതി ഇടപെട്ടുകൊണ്ട് പുറത്താക്കുക എന്നുള്ള മാർഗം മാത്രമാണ് മുന്നിലുള്ളത്. അത് മാത്രമാണ് ഈ സമരത്തിന്, ഈ വിഷയങ്ങൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും പരിഹാരം കാണാൻ കഴിയുന്ന ഒരു വിഷയം. അതുവരെ ശക്തമായി തന്നെ സമരം മുന്നോട്ട് പോകും. ABVP ഒഴിച്ചുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എല്ലാ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു രാഷ്ട്രീയ സമീപനങ്ങളും എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഈ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഇതിനെ സമീപിക്കാനും വളരെ കൃത്യമായി നിലപാടെടുക്കാനും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ABVP ഒഴിച്ചുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും രാജ്യത്താകമാനം സർവകലാശാലകൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും എതിരെ നടക്കുന്ന ഈ അക്രമങ്ങൾക്കെതിരെ സംയുക്തമായിട്ടുള്ള വലിയ സമരങ്ങളാണ് ഇന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമരങ്ങൾ ഹൈദരാബാദ് സർവകലാശാലയിലെ രാജേഷ്, ഇതാണ് പശ്ചാത്തലം. ഇപ്പോൾ സമരം ചെയ്യുന്നവരും അതിന് പിന്തുണ നൽകുന്നവരും അധ്യാപകരുടെ മനസ്സുള്ളവരും പൊതുസമൂഹവും ഒക്കെ കാണുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, അതിനെ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന പ്രതികരണങ്ങൾ ഇതാണ്. ഇത് വച്ച് അപ്പാറാവുവിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്ന നടപടി തുടരും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് പൊതുസമൂഹത്തിൻ്റെ വികാരമാണ് എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഒരേ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുന്ന 3 പേർ. ഒന്ന്, ആ കോളേജിൽ സമരത്തിൽ നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഒരു പ്രതിനിധി. മറ്റൊന്ന്, BJPയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനയും നഖശിഖാന്തരം എതിർക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു വേദനയും കൂടാതെ എല്ലാ ആത്മാഭിമാനവും പണയപ്പെടുത്തി നടക്കുന്ന CPMന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള 1-2 സംസ്ഥാനങ്ങൾ മാത്രമായിട്ടുള്ള മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും തകർന്നടിഞ്ഞ SFI. BJPയുടെ ജന്മനാ ഒരു വിരോധം പുലർത്തി നടക്കുന്ന SFI എന്ന് പറയുന്ന ഒരു സംഘടന, അതിന്റെ ഒരു പ്രസിഡന്റ്, ഓൾ ഇന്ത്യ പ്രസിഡന്റോ. വിഷയത്തിൽ നിന്ന് മാറിപ്പോരുന്നത് ശ്രീ വി രാജേഷ്. പൊതുസമൂഹം എന്ന് പറഞ്ഞതിനകത്ത് ആരെങ്കിലും ഒരു പ്രതിനിധിയെ മാത്രമാണ് നമുക്ക് വിളിക്കാൻ പറ്റുക. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്ത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇവരെല്ലാവരും ഒരുമിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തികൾ മൂലമാണ്. അവിടെ നിങ്ങൾ മാത്രം ഒരു പ്രതിനിധിയെ ഉണ്ടാവുകയുള്ളൂ ഒരു വശത്ത്, ബാക്കിയുള്ളവർ എല്ലാം നിങ്ങളെ എതിർക്കുന്നവരാണെന്നുള്ളത് സത്യമാണ്. അല്ല, ഒരു കാര്യം ചെയ്തോ, ഇവർ 3 നേരം സംസാരിച്ചില്ല, ഇനിയുള്ള 15 മിനിറ്റ് ലാലും കൂടെ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടോണ്ടിരിക്കാം. കാരശ്ശേരി മാഷ് പറഞ്ഞപ്പോൾ ലാലിന് ആവേശം തോന്നിയില്ലല്ലോ. മാഷ് 20 മിനിറ്റ് പ്രസംഗിച്ചല്ലോ, ഞാൻ മിണ്ടായിരുന്നല്ലോ, ലാലിന് ആവേശം തോന്നിയില്ലല്ലോ. പിന്നെ ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ. രാജേഷ്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അടി കിട്ടി കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇവരെല്ലാം വാദിക്കുന്നത്. ഭരണപക്ഷത്തുള്ള ആളുകളാണ് നിങ്ങൾ ഈ കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് അപ്പാറാവുവിനെയും കേന്ദ്ര യൂണിവേഴ്സിറ്റിയെയും പിടിച്ചെടുക്കുകയാണോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരത്തിനപ്പുറം ഈ സമയത്തിനകത്ത് നിങ്ങൾക്ക് സമയം എത്രയേ കിട്ടിയുള്ളൂ എന്ന വാദം മാത്രമാണോ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ക്ഷമിക്കണം, എനിക്ക് മറുപടി തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കാൻ തീരുമാനിക്കുകയാണ്. കാരശ്ശേരി മാഷ്, പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കാരശ്ശേരി മാഷും സാനുവും മറ്റേ അവിടുത്തെ മനോജനും പറഞ്ഞപ്പോഴേക്കും ലാൽ ഒന്നും ഇടപെട്ടില്ല. എന്നെ പറയാൻ പോലും അനുവദിക്കാതെ ലാൽ എന്നെ തടസ്സപ്പെടുത്തുകയാണ്. വി രാജേഷിനോട് തന്നെയാണ് എന്റെ ചോദ്യം. വി രാജേഷിനാണ് സമയം, പക്ഷേ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. വി രാജേഷ്, ഇതിപ്പോ നിങ്ങൾ എടുക്കുന്ന ഒരു പ്രത്യേക തന്ത്രമാണോ? സമയം ഇത്രയാണ് മറ്റുള്ളവർക്ക് കൊടുത്തത്, ഞങ്ങൾക്ക് ഇത്ര മാത്രമേ സമയം കിട്ടുന്നുള്ളൂ എന്നെടുക്കുന്ന ഒരു തന്ത്രമുണ്ട്. അതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അങ്ങക്ക് പറയാം, ഈ അപ്പാറാവു ചെയ്തതിനകത്തും തെറ്റുണ്ട്, വിദ്യാർത്ഥികൾ പറഞ്ഞതിനകത്ത് തെറ്റുണ്ട് എന്ന് അങ്ങക്ക് ചൂണ്ടിക്കാട്ടാം. 2 മിനിറ്റ് ഞാൻ അങ്ങക്ക് സമയം തരികയാണ്, അങ്ങ് പറയുമോ? ഒന്ന്,
2 മിനിറ്റ് സമയം കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരശ്ശേരി മാഷ് 5 മിനിറ്റ് സംസാരിച്ചു, സാനു 4 മിനിറ്റ് സംസാരിച്ചു, മനോജൻ 3 മിനിറ്റ് സംസാരിച്ചു, 12 മിനിറ്റ് അവർ സംസാരിച്ചു. 5 മിനിറ്റ് സമയം ലാൽ ഇടപെടാതെ തരാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ബാക്കി സമയം 5 മിനിറ്റ് ഞാൻ തരാം. പക്ഷേ വി വി രാജേഷ് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ വേണ്ടി അത്രയും സമയം വേണമെന്നുള്ളത് ഒരു യുക്തിയേ അല്ല. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് ഇവർ പറഞ്ഞതെങ്കിൽ അങ്ങേക്ക് പോയിന്റ് വെച്ച് തന്നെ പറയാം, 1 മിനിറ്റിനകത്ത് തന്നെ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങേക്ക് ഞാനൊരു സമന്വയത്തിലെത്തി ഒരു 3 മിനിറ്റ് തരാം. ഈ സമയം ഇപ്പൊ കളയുന്നത്. എനിക്ക് ഔദാര്യമൊന്നും വേണ്ട. മാത്രമല്ല ലാൽ പറയുന്നത് അവർ 3 പേരും പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയണ്ട, അതെല്ലാം എയർലൈൻ പറയൂ ശ്രീ രാജേഷ്, സമയം കളയാതെ. ഇല്ല ലാലെ, ഈ ഒരു ചർച്ച കൊണ്ടൊന്നും ലോകം അവസാനിക്കുന്നില്ല. താങ്കൾ അടങ്ങിയിരുന്ന അസ്വസ്ഥതയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് BJP പറയുന്നത് പ്രേക്ഷകർ കേൾക്കാനുള്ള അവസരം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം